പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ 29 ഉള്ളത്. ഇന്ന് മാസം കാണുകയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പെരുന്നാളാണ്. അപ്പോൾ ഒരു ഹദീസ്, ഷഹ്റു റമദാൻ, ഹബീബായ നബിതങ്ങൾ പറയാണ്, റമദാൻ്റെ നോമ്പ്, റമദാൻ എന്നൊക്കെ പറഞ്ഞ മാസം മഅല്ലക്കും ബൈന സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾക്കിടയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ നോറ്റ നോമ്പുകൾ, നിസ്കാരങ്ങൾ, റമദാൻ ഇബാത്തുകളൊക്കെ ആകാശത്തിലേക്ക് റബ്ബിലേക്ക് ഉയർത്തപ്പെടാതെ പെൻഡിങ്ങിലാണ്. എപ്പോഴും ഉയർത്തപ്പെടുക? ലാ യുർഫഉ ഇലല്ലാഹി ഇല്ലാ ബി സകാത്തിൽ ഫിത്ർ, ഫിത്ർ സകാത്ത് കൊണ്ടല്ലാതെ അങ്ങ് ഉയർത്തപ്പെടൂല. ഓക്കെ ബട്ടൺ അടിച്ചെങ്കിലേ എന്താവുള്ളൂ, അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ റമദാൻ 1 മുതൽക്ക് വരുന്ന നോമ്പുകൾ, ഖിയാമ ലൈലുകൾ, തറാവീഹുകൾ, ഇഅ്തികാഫുകൾ, ദാനധർമ്മങ്ങൾ, റമദാനിൽ നമ്മൾ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, ഖുർആനോത്ത്, ഇങ്ങനെ റമദാനിലെ എല്ലാ കാര്യങ്ങളും അത് റബ്ബിലേക്ക് അങ്ങ് സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സബ്മിഷൻ എപ്പോഴാണ് ഉണ്ടാവുക? റബ്ബിലേക്ക് സബ്മിറ്റ് ചെയ്യപ്പെടൽ, സമർപ്പിക്കപ്പെടൽ, അതങ്ങോട്ട് എൻ്റെ റാഗല് ഫിത്ർ സക്കാത്ത് കറക്റ്റായിട്ട് കൊടുത്തു കൂട്ടുമ്പോഴാണ്. അപ്പോൾ ഫിത്ർ സക്കാത്ത് കൊണ്ടല്ലാതെ ഉയർത്തപ്പെടില്ല, അതുവരെ അവിടെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് നിൽക്കുകയാണെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് കാര്യമായ ഒരു ബോധവും കാര്യമായ നിരക്ക് അതിനെക്കുറിച്ചുള്ള ജാഗ്രതയും നമുക്ക് വേണം. ഏത് കർമ്മങ്ങളാണെങ്കിലും അത് എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടുക എന്നുള്ളതല്ല, അതിന് ചില നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കണം. നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? അതിന് ചില ഷർത്തുകൾ ഉണ്ടാവും, ഫർളുകൾ ഉണ്ടാവും. അതായത് അങ്ങനെ വെച്ചാൽ അല്ലാഹു തആല പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലാഹു തആല ലക്ഷ്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ മാർഗങ്ങൾ കൂടി റെഡിയാകണം. അല്ലാഹു തആല പറഞ്ഞ പോലെ ചെയ്യുക എന്നുള്ളതാണ്, സംഗതി ചെയ്യുക എന്നുള്ളതല്ല വിഷയം. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് ശരിയാകണമെങ്കിൽ അതിൻ്റെതായ നിയമങ്ങളും അതിൻ്റെതായ റൂൾസുകളൊക്കെ ഉണ്ട്. എന്തിനാ അങ്ങനെ തന്നെ വേണമെന്ന്? അല്ലാഹു തആല അങ്ങനെയാണ് പറഞ്ഞത്, ദീൻ അങ്ങനെയാണ് പറഞ്ഞത്. ശറഅ് ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് അതെന്താവുക, ശരിയാവുക. ഇപ്പം ഫിത്ർ സക്കാത്ത് നിർബന്ധമാണപ്പോഴാ? പെരുന്നാളിൻ്റെ തലേന്ന് മഗ്‌രിബ് മുതൽക്കാണ്. നാളെ പെരുന്നാൾ എന്നുണ്ടെങ്കിൽ ഇന്ന് മഗ്‌രിബിലേക്ക്, മറ്റന്നാളാണ് പെരുന്നാളെങ്കിൽ നാളെ മഗ്‌രിബിക്ക്. അപ്പോൾ റമദാൻ 29 അന്ന് മഗ്‌രിബിക്ക് മാസം കയറണമെങ്കിൽ അപ്പോൾ, അല്ലെങ്കിൽ 30 തികഞ്ഞിട്ടാണെങ്കിൽ 30 തികഞ്ഞിട്ടില്ല അന്ന് മഗ്‌രിബിക്ക്. ഏതായാലും പെരുന്നാളിൻ്റെ തൊട്ട് തലേന്ന് മഗ്‌രിബിക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക. അതിന് മുമ്പേ വേണമെങ്കിൽ കൊടുക്കുക. നോമ്പ് 1 മുതൽക്ക് തന്നെ നമ്മൾ ഫിത്ർ സക്കാത്ത് എന്ത് ചെയ്യുക, കൊടുക്കുക. അത് നമ്മുടെ തടിക്കുള്ള ടാക്സാണ്. ഒരു മനുഷ്യൻ്റെ ശരീരം ഈ ഭൂമിയിൽ ഹയാത്തോടുണ്ടോ അതിന് കൊടുക്കുന്ന ടാക്സാണ്, നികുതിയാണ് സക്കാത്ത്, ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അതാണ് ഫിത്ർ സക്കാത്ത്. അപ്പോൾ നിർബന്ധമാണ് സമയം പെരുന്നാളിൻ്റെ തലേന്ന് മഗ്‌രിബിക്കാണെങ്കിൽ നമ്മൾ 1 മുതൽക്ക് തന്നെ കൊടുക്കുക. പക്ഷെ നമ്മളിപ്പോൾ തന്നെ കൊടുത്ത് വീട്ടിയൊരു വിഷയമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്ത്, പക്ഷെ നിർബന്ധമാണ് സമയത്ത് നമ്മൾ കൊടുക്കപ്പെട്ട അന്ന് ആർക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുത്തത് ഓൻ പൈസക്കാരനായി മാറിയാൽ ആ സക്കാത്ത് കൂടൂലല്ലോ. സക്കാത്തിന് 8 അവകാശികളുണ്ട്. ഫക്കീറന്മാർ, മിസ്കീന്മാർ, കടം കൊണ്ട് വരഞ്ഞ ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫക്കീറാണെന്ന് നിനക്ക് നമ്മൾ റമദാൻ 2 തന്നെ മുൻകൂട്ടി ഫിത്ർ സക്കാത്ത് കൊടുത്തിരുന്നു. പിന്നെ അവന് കുറേ പൈസ കിട്ടിയിട്ടോ മറ്റോ മറിച്ചോ ആള് ഫക്കീർ അല്ലാതായി. അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ തലേന്ന് മഗ്‌രിബിക്ക് ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധ സമയത്ത് അവൻ അവകാശം അല്ലാതായി. അപ്പോൾ രണ്ടാമത് മാറ്റി കൊടുക്കലൊക്കെ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണ്? പെരുന്നാളിൻ്റെ തലേന്ന് മഗ്‌രിബ് മുതൽക്ക് കൊടുത്തു തുടങ്ങാം. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പായിട്ട്, പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഏതായാലും പെരുന്നാളിൻ്റെ മഗ്‌രിബിനേക്കാൾ പിന്തിപ്പിക്കാൻ പാടില്ല, ഹറാമാണ്. പിന്തിപ്പിക്കാൻ പാടില്ല, ഹറാമാണ്. ഏറ്റവും നല്ലത് പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് കൊടുത്തു വീട്ടുക. അതാണ് ഫിത്ർ സക്കാത്തിൻ്റെ വിഷയങ്ങൾ. അത് ആർക്കാ നിർബന്ധമാകുക മനസ്സിലാക്കണം. പെരുന്നാളിൻ്റെ അന്ന് രാത്രി പകല്, പെരുന്നാളിൻ്റെ രാത്രിയും പകലും അവനക്കും അവൻ്റെ ആശ്രിതർക്ക് നമ്മൾ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായി. നമ്മുടെ ഭാര്യ, സന്താനങ്ങൾ, ഞമ്മി വാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഭക്ഷണം, താമസം, വസ്ത്രം, അത് കഴിഞ്ഞിട്ട് കടങ്ങളുണ്ടെങ്കിൽ കടവും കഴിഞ്ഞ് വല്ലതും മിച്ചുണ്ടെങ്കിലാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. കടങ്ങളും കഴിഞ്ഞ് മിച്ചുണ്ടെങ്കിലാണ്. അപ്പം നമ്മളധികം ആൾക്കാരും പെരുന്നാളിൻ്റെ ആ ഒരൊറ്റ ദിവസത്തെ ഭക്ഷണവും താമസവും വസ്ത്രവും മിക്കവാറും ആൾക്കാർക്ക് കഴിയുമല്ലോ. അപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാവും. അപ്പോൾ ഒരാൾ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനുമാകും, ഫിത്ർ സക്കാത്ത് വാങ്ങാനുള്ള അവകാശി അർഹനുമാവും. ഫക്കീർ മിസ്കീനാണെങ്കിലും ഓരോ ഫിത്ർ സക്കാത്ത് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ പെരുന്നാളിൻ്റെ അന്നത്തെ രാത്രിയും പകലും അതിനുള്ള അവൻ്റെ ഭക്ഷണം, താമസം, വസ്ത്രം, അവൻ്റെ ഭാര്യൻ്റെ ഭക്ഷണം, താമസം, വസ്ത്രം കഴിഞ്ഞിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ പല ആൾക്കാർക്കും നിർബന്ധമാവും. അതിൻ്റെ ആൾ പച്ചപ്പാവിക്കാരാണ്. അപ്പോൾ വാങ്ങാനും പറ്റും, കൊടുക്കാനും പറ്റും. നമുക്ക് കിട്ടിയ ഫിത്ർ സക്കാത്തിൻ്റെ അരി തന്നെ കൊടുക്കുകയും ചെയ്യാനും കുഴപ്പമില്ല. ഫക്കീറാണ്, മിസ്കീനാണ്, കടം കൊണ്ട് വരുന്ന ആളാണ്, ആരോ ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊണ്ടുവന്നു കിട്ടിയ അരി എന്ത് ചെയ്യാം, കൊണ്ടുകൊടുക്കാൻ പറ്റും.
പക്ഷേ പല ആൾക്കാരും പൈസ കൊടുക്കും കേട്ടോ. ഫിത്ർ സക്കാത്തിൻ്റെ അരി പൈസ ഒരു 150 റുപ്യ പൈസ കൊടുത്താൽ ഒരിക്കലും സക്കാത്ത് കൂടൂല. ഫിത്ർ സക്കാത്ത് അരി തന്നെ കൊടുക്കണം. പൊടിച്ച അതിൻ്റെ പൊടി, പുട്ടുംപൊടി, അരിപ്പൊടി ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. മുഖ്യാഹാരമായ ധാന്യം തന്നെ കൊടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് ചാക്കേരിയോ അല്ലെങ്കിൽ ബിരിയാണി അരി നെയ്ച്ചോറ്റൊക്കെ പറ്റും, പച്ചരിയൊക്കെ പറ്റും, പറ്റായില്ല ഏറ്റവും നല്ല അരി വാങ്ങിയിട്ട് കൊടുക്കുക. പൊടി പറ്റൂല, അതിൻ്റെ പൈസ കൊടുത്താലൊന്നും പറ്റൂല. അപ്പോൾ അത് തന്നെ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, അർഹരായ ആളുകൾക്ക് കൊടുക്കുക വേണം. ഇനി ഒരാളെ വീട്ടിൽ കുറേ ആൾക്കാർ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മ വാപ്പൊക്കെ അവൻ്റെ ചെലവിലാണ്. എല്ലാവർക്കും കൂടി ഫിത്ർ സക്കാത്ത് കഴിയൂല നിൽക്കുക. എന്നാൽ ആദ്യം സ്വന്തത്തിൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കുക, പിന്നെ ഭാര്യൻ്റെ, പിന്നെ ചെറിയ കുട്ടികളത്, പിന്നെ ബാലൻസ് പൈസ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ ബാപ്പ, പിന്നെ അമ്മ, പിന്നെ വലിയ കുട്ടികൾ. അതിൻ്റെ തെർത്തീപ്പ് അങ്ങനെ എല്ലാവർക്കും കൂടി കൊടുക്കാൻ കഴിയൂല. കുറേ കടവും പ്രയാസവും മറ്റും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓൻ്റെ കൊടുക്കുക. പിന്നെയും കഴിയുമെങ്കിൽ ഓൻ്റെ ഭാര്യൻ്റെ കൊടുക്കുക. പിന്നെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളത്, പിന്നെ ഉണ്ടെങ്കിൽ ബാപ്പ, പിന്നെ അമ്മ, പിന്നെ വലിയ കുട്ടികളുടെ. ഇതാണ് അതിൻ്റെ തെർത്തീബ് എന്ന് പറയുന്നത്. ഏതാവട്ടെ, ഇതൊക്കെയാണ് ഫിത്ർ സക്കാത്തിൻ്റെ വിഷയങ്ങൾ. നീയത്ത് നിർബന്ധമാണ്. ഫിത്ർ സക്കാത്തിന് വേണ്ടിയിട്ട് ആരും ഇങ്ങനെ നീക്കി വെക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വിതരണം ചെയ്യുമ്പോഴോ ഫിത്ർ സക്കാത്ത് ഇത് നാളും ചിന്തിക്കുക, ആരും നീയത്ത് തന്നെ വെക്കൂല. ഇതിൻ്റെ ഭാര്യയെ തൊട്ട് നിർബന്ധമായ ഫിത്ർ സക്കാത്താകുന്നു, ഇതിൻ്റെ മൂത്ത മോനെ തൊട്ട് നിർബന്ധമായ ഫിത്ർ സക്കാത്താകുന്നു, ഇത് എന്നെ തൊട്ട് നിർബന്ധമായ ഫിത്ർ സക്കാത്താകുന്നു എന്ന് നീയത്ത് ചെയ്യൽ നിർബന്ധമാണ്. നീയത്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നമ്മളതിൻ്റെ മസാലകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ വളരെ പ്രധാനപ്പെട്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധനമോ ജോലിയോ ഒക്കെ ഉള്ള വലിയ കുട്ടികളുണ്ടാവും, നമ്മുടെ വലിയ മക്കളെ. അവർക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്, പൈസ മുടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ അവരുടെ ചിലവൊന്നും വാപ്പാക്കും നിർബന്ധമില്ലല്ലോ. പ്രായപൂർത്തി എത്തിയാൽ സ്വന്തമായി ജോലി ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട്. അങ്ങനത്തെ വലിയ മക്കളൊന്നും ചിലവ് വാപ്പാക്ക് കൊടുക്കുന്ന നിർബന്ധമല്ല. അതുപോലെ തന്നെ സക്കാത്തും പിതാവ് നൽകുന്ന നിർബന്ധമല്ല. അഥവാ വാപ്പ ഫിത്ർ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അവരെ സമ്മതം നിർബന്ധമാണ്. ഉദാഹരണം, എൻ്റെ മകൻ സ്വന്തമായിട്ട് ബിസിനസ്സും കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവന് ജോലിയുണ്ട്, സാമ്പത്തികമൊക്കെ ഉണ്ട്. അങ്ങനത്തെ വലിയ മകൻ്റെ ചിലവ് എൻ്റെ മേലെ നിർബന്ധമല്ല. അപ്പോൾ ഞാൻ എൻ്റെ പേരിലല്ലേ അവൻ താമസിക്കണേ കരുതിയിട്ട് ഓൻ്റെ ഫിത്ർ സക്കാത്ത് ഞാൻ തന്നെ വാരി കൊടുക്കുക, അത് പറ്റൂല. അഥവാ കൊടുക്കുകയാണെങ്കിൽ സമ്മതം വാങ്ങുക. അവിടെ എൻ്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, ആയിക്കോട്ടെ വാപ്പെങ്കിലും കൊടുത്തോളൂ, സമ്മതം കൊടുക്കുകയാണെങ്കിൽ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ ജോലിയോ മറ്റോ ഒക്കെ ഉള്ള വലിയ മക്കളെ ഫിത്ർ സക്കാത്ത് തന്താറി കൊടുത്താൽ മതിയാവില്ല. അതുപോലെ മറ്റൊരു മസാല, നമ്മൾ ഫിത്ർ സക്കാത്ത് നമ്മുടെ ഭാര്യൻ്റെ, നമ്മുടെ മക്കളുടെയൊക്കെ ഫിത്ർ സക്കാത്ത് ആർക്കാ ബാധ്യത? ആ വീട്ടുകാരുടെ. അത് പലരും ഭാര്യ കൊടുക്കാൻ പറ്റൂല, ഭാര്യനെ ഏൽപ്പിക്കണം, വക്കാലത്ത് എടുക്കണം. ഇപ്പോൾ ഗൾഫിലുള്ള ആണുങ്ങൾ നാട്ടിലെ ഭാര്യയ്ക്ക് വിളിച്ച് വരണം, നിന്റെ ഫിത്ർ സക്കാത്ത്, നിന്റെ കുട്ടികളുടെ ഫിത്ർ സക്കാത്ത് കഴിഞ്ഞ് കൊടുക്കണം കേട്ടോ, എന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടോ, വക്കാലത്താക്കിയിട്ടെന്ന് പറയണം. അപ്പേ പറ്റുള്ളൂ. അങ്ങനെ വക്കാലത്ത് നോക്കാതെ ഒന്ന് കൊടുത്തിട്ട് കാര്യമില്ല എന്നർത്ഥം. അതുപോലെ തന്നെ പ്രധാനമായി ചിന്തിക്കേണ്ട വിഷയം എന്താണെന്നറിയോ, അത് എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് എല്ലാ പെരുന്നാൾക്കും നമ്മൾ പറയണം, എന്നാലും ഇങ്ങനെ തെറ്റിപ്പോവും. ഇസ്ലാം അവിടെ നോക്കണമെന്നും തൂക്കല്ല, അളവാണ്. ഒരു സ്വാ ആണ് കൊടുക്കേണ്ടത്. ഒരു സ്വാ പറഞ്ഞാൽ 4 മുദ്ദ്. ഒരു മുദ്ദാണ് 800 മില്ലി ലിറ്റർ അളവാണ്. അപ്പോൾ ഒരു സ്വാ പറഞ്ഞാൽ 3 ലിറ്ററും 200 മില്ലി ലിറ്ററും അത് അളവാണ്. അതിന് മുദ്ദിൻ്റെ പാത്രം ഉണ്ടാവും. അപ്പം ഇന്നിപ്പോൾ അളവ് പാത്രം പല വീട്ടിലും ഉണ്ടാവില്ല. അപ്പം തൂക്കം കൊണ്ട് കണക്കാക്കുകയാണെങ്കിൽ എങ്ങനെ ഉസ്താദെ കൊടുക്കുക, പല ആൾക്കാരും ചോദിക്കും. അപ്പം തൂക്കമാകുമ്പോൾ എന്ത് ചെയ്യും, ഇത് പല അരികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. 3 ലിറ്റർ 200 മില്ലി ലിറ്റർ 3,200 എന്ന് പറഞ്ഞാൽ അത് തൂക്കം ചില അരി 2,400 മതിയാവും, ചില അരി 2,600 വേണ്ടി വരും, ചില അരി 2,350 വേണ്ടി വരും. ഇന്നാലും മിക്കവാറും ഒരു 3 കിലോ അരി ഉണ്ടെങ്കിൽ ഏതരിയാണെങ്കിലും ഈ പറഞ്ഞ അളവ് ഒരു 3,200 ലിറ്റർ എത്തും. അപ്പോൾ ഏറ്റവും സൂക്ഷ്മതയും ഏറ്റവും നല്ലതും ചുരുങ്ങിയത് 3 കിലോ എങ്കിലും കൊടുക്കുക. എന്നാൽ 3 കിലോ കൊടുത്താൽ ഏത് അരിയാണെങ്കിലും, കനല്ലോ കനല്ലാത്തതും പല ഐറ്റംസ് ഉണ്ടല്ലോ, ഏതരിയാണെങ്കിലും 3 കിലോ കൊടുത്താൽ ഒരു ഒരാളുടെ തൊട്ടുള്ള ഫിത്ർ സക്കാത്തായി മാറും. അപ്പോൾ അതാണ് അതിൻ്റെ കണക്ക് ഏറ്റവും കൃത്യമായി എന്ന് പ്രത്യേകം ഉണർത്തുന്നു. 3 കിലോ ഒരാളെ തൊട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് എപ്പോൾ കൊടുക്കുന്നത് നമ്മൾ സമയം പറഞ്ഞു. അതുപോലെ തന്നെ ആർക്കാ കൊടുക്കേണ്ടത്? നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ, ഫക്കീർ, മിസ്കീന്, കടം കൊണ്ട് വരഞ്ഞ ആൾക്കാർ, പിന്നെ കുറേ ആൾക്കാരുണ്ട് മോചനപത്രം എഴുതപ്പെട്ട ആൾക്കാർ, അതുപോലെ തന്നെ യാത്രക്കാരായ പ്രയാസപ്പെടുന്ന ആൾക്കാർ, അതുപോലെ ദീനിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്ന മുജാഹിദ്. അതൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല. ഫക്കീർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കൊല്ലം ജീവിക്കാൻ ആവശ്യമായത് തൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അവരൊക്കെ ഫക്കീറാണ്. ഇന്നിപ്പോൾ റമളാൻ 29 അന്ന് മാസം കണ്ടാൽ ഇന്ന് മുതൽ അടുത്ത റമളാൻ 29 വരെ നമ്മൾ ചെലവെടുക്കുന്ന നിർബന്ധമായ ഭാര്യ കുട്ടികൾക്കൊന്നും ജീവിക്കാനുള്ള സാമ്പത്തികമൊന്നും എൻ്റെ അക്കൗണ്ടിലില്ല, അല്ലെങ്കിൽ അതിന് പറ്റിയ തൊഴിലൊന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെവരൊക്കെ ഫക്കീറാണ്. അപ്പോൾ ഒരു നിത്യ ചെലവിൽ ഒരു 1000 റുപ്യ വേണമെങ്കിൽ അവനാകെ 600 കിട്ടണുള്ളൂ. പിന്നെ ഇങ്ങനെ ഞെരുങ്ങിപ്പോകണം, അതാണ് ഫക്കീറാറുണ്ട്. മിസ്കീനാണ് ഏകദേശം ഇങ്ങനെ മുന്നോട്ട് പോകും, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. 1000 റുപ്യ വേണ്ടടുത്തൊരു 800 900 കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർ മിസ്കീൻ അറിയും. അതുപോലെ കടം കൊണ്ട് പറഞ്ഞൊരു കുറേ ആൾക്കാരുണ്ടാവും.
അയൽവാസി എന്ന നിലക്ക് പൈസക്കാരാണെങ്കിൽ അയൽവാസിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അത് ഫക്കീറോ മിസ്കീനോ കടം കൊണ്ട് പറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു പൈസ കൊടുത്താൽ മതിയാവില്ല. പിന്നെ ഈ ഫിത്ർ സക്കാത്ത് വേറെ നാട്ടിലേക്ക് നീക്കി കൊടുക്കാൻ പാടില്ല. നമ്മൾ എവിടെയാണോ നമ്മുടെ ശരീരം ഉള്ളത് ആ ശരീരമുള്ള നാട്ടിലെ ഫക്കീർ മിസ്കിന്മാർക്ക് തന്നെ കൊടുക്കണം. വേറെ നാട്ടിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റൂല. നേരെ മറിച്ച് നമ്മൾ നോമ്പെടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യണം, മുദ്ദ് കൊടുക്കണമല്ലോ. നോമ്പെടുക്കാൻ പറ്റാത്തതിനെ പ്രായശ്ചിത്ത കഫാറത്തായിട്ട് മുദ്ദ് കൊടുക്കും, ഫിദിയാൽ. അത് ഏത് നാട്ടിൽ കൊടുത്തേക്കാം, കൊയിലാണ്ടിക്കോ കൊച്ചിക്കോ എവിടേക്കാച്ചോ കൊടുത്തേക്കാം, പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്താൽ മതി. നേരെ ഫിത്ർ സക്കാത്തിൻ്റെ അരി നമ്മളെ നാട് വിട്ട് കൊടുക്കാൻ പാടില്ല. അതുപോലെ അളിയന് കാപ്പാടുണ്ട്, കൊയിലാണ്ടിണ്ട്, മഞ്ചേരിയുണ്ട്, അങ്ങോട്ടൊന്നും കൊടുത്തേക്കാൻ പറ്റൂല. അവരും കെട്ടൂരാണെങ്കിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, നിർബന്ധമാകുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ അവിടെ ആ നാട്ടിൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഷാഫി മദ്ഹബ്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വടകരയാണ് പെരുന്നാളിൻ്റെ തലേന്ന് മഗ്‌രിബിക്ക്. നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മഗ്‌രിബിക്ക് നമ്മൾ വടകരയാണ് ഉദാഹരണം, അല്ലെങ്കിൽ മറ്റന്നാളെ പെരുന്നാളാണെങ്കിൽ നാളെ മഗ്‌രിബിക്ക്. അതായത് നിർബന്ധമാണ് സമയം. പെരുന്നാളിൻ്റെ തലേന്ന് മഗ്‌രിബിൻ്റെ സമയത്ത് നമ്മൾ ഏത് നാട്ടിലാണോ ആ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാർക്ക് തന്നെ കൊടുക്കണം. നമ്മൾ വടകര, കൊയിലാണ്ട്, കോഴിക്കോട് സിറ്റിയിലൊക്കെ ഉണ്ട്, അവിടുത്തെ പാവപ്പെട്ട ഫക്കീർമാർക്ക് കൊടുക്കണം. ഇനി അങ്ങനെ അവിടെ കൊടുക്കാൻ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ആകണ സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ വേറെ നാട്ടിലേക്ക് കൊടുക്കുക. വലിയ യാത്രയിലാണ്, ട്രെയിനിലാണ്, ഫ്ലൈറ്റിലാണ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രയാസമാവുമല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ വേറെ നാട്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നാട്ടിൽ തന്നെ മഗ്‌രിബിക്ക് ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അവിടെയുള്ള ഫക്കീർ മിസ്കിന്മാർ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ സക്കാത്ത് വീടുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെയാണ് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടത്. പിന്നെ എത്ര കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു. അത് ഒരാൾക്ക് തന്നെ കൊടുക്കണം. ഒരാൾക്ക് തന്നെ കൊടുത്താലും കുഴപ്പമില്ല, രണ്ടാൾക്ക് കൊടുക്കാനും മൂന്നാൾക്കൊക്കെ കൊടുക്കാം. ഏറ്റവും നല്ലത് സക്കാത്തിന് അവകാശികളായ ഫക്കീർ മിസ്കിൻ 5-8 ആൾക്കാരുണ്ടല്ലോ, ഓരോ ഇനത്തിൽപ്പെട്ട 3 ആൾക്കാർക്ക് കൊടുക്കലാണ്. അത് കഴിയില്ലെങ്കിൽ 2ആൾക്കോ 3ആൾക്കോ ഒക്കെ കൊടുക്കാം. അപ്പം എനിക്ക് നിർബന്ധമായ 3 കിലോ അരി, ആ 3 കിലോയും കൂടി എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കുക, 1.5 ആക്കിയിട്ട് 2ആൾക്ക് കൊടുക്കുക, 1 ആക്കിയിട്ട് 3ആൾക്ക് കൊടുക്കുക, ഒക്കെ പറ്റും. പല രൂപത്തിലും എന്ത് ചെയ്യുക, കൊടുക്കുക. കൂടുതൽ ആളുകളിലേക്ക് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പ്രത്യേകം നിർത്തുക. ഏതായാലും പൈസ ഒന്നും കൊടുത്താൽ മതിയാവില്ല എന്ന് പറഞ്ഞു, പൊടി കൊടുത്താൽ മതിയാവില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ശരിയായ രൂപത്തിൽ തന്നെ ചെയ്യാം. അപ്പം എന്താ വെച്ചാൽ ഹബീബായ മുത്തുനബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നോമ്പെടുത്ത നോമ്പുകളും മറ്റുമൊക്കെ അത് ഓക്കെ ബട്ടൺ സക്കാത്തിൽ ഫിത്ർ സക്കാത്തുമ്പോഴാണ്. ഫിത്ർ സക്കാത്തല്ല, ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത, ഫിത്ർ എന്നാ പറയാം. അപ്പം അത് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കപ്പെടുക. അതുപോലെ മനോഹരമായി ഉദാഹരിക്കുന്നത് ഏതുപോലെയാണ്, സഹബിൻ്റെ സുജൂദ് പോലെയാണ് ഏത് ഫിത്ർ സക്കാത്ത്. അതായത് നമ്മൾ നിസ്കാരത്തിന് അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ, കുനൂത്ത് മറന്നു, ഒന്നാമത്തെ തയ്യാത്ത് മറന്നു, അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, ബാദ് സുന്നത്തൊക്കെ വിട്ടുപോയാൽ സഹബിൻ്റെ സുജൂദ് ചെയ്യല്ലോ. അതുപോലെ നോമ്പിൽ വരുന്ന എന്തെങ്കിലും അബദ്ധങ്ങളും പാളിച്ചകളും കുറവുകളും ന്യൂനതകളും വൈകല്യങ്ങളും ഒക്കെ ഈ ഫിത്ർ സക്കാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന, അതോടുകൂടെ ഫിറ്റായി സോൾവായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിൻ്റെ കാര്യത്തിൽ വലിയ ജാഗ്രത ഉണ്ടായിരിക്കണം. ഫിത്ർ സക്കാത്ത് പിന്നെ ഭാര്യമാർ കൊടുക്കാൻ ഭർത്താക്കന്മാർ ഏൽപ്പിച്ചു കൊടുക്കണം. ഗൾഫിലുള്ള പുതിയാപ്പിളാർ ഇവിടെ കൊടുക്കാൻ പറ്റൂല, അവരവിടെ ആണെങ്കിൽ അവിടെ തന്നെ കൊടുക്കണം. അതിന് അവിടെ കൊടുക്കാൻ പ്രയാസമാണ്. അവിടെ ഇപ്പോൾ ഗൾഫിലെ സിറ്റിയിലെക്കാരെ ഫക്കീർമാരൊക്കെ ഇട്ട് എത്ര ബക്കാലുകളിലും എത്ര സൂപ്പർ മാർക്കറ്റൊക്കെ ജോലി ചെയ്യണ പാവപ്പെട്ട ബംഗാളികൾ, ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യണ ബംഗാളികളും പാകിസ്ഥാനികളൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് കൊടുക്കണം. ഇനി അവിടെ ഒന്നും കിട്ടാൻ പറ്റാത്ത പ്രയാസമാണെന്നുണ്ടെങ്കിൽ അപ്പം പിന്നെ വേറെ നാട്ടിൽ കൊടുക്കുക എന്നല്ലാതെ തന്നെ കഴിവിൻ്റെ പരമാവധി അവനാണ് ഇവിടെ അവിടെ തന്നെ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഫിത്ർ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ വർഷവും നമ്മൾ പറയണതാണെങ്കിലും പലപ്പോഴും നമ്മളിങ്ങനെ മറന്നു പോകും. അപ്പോൾ അത് കൊടുക്കേണ്ട അളവ് പറഞ്ഞു, ആർക്കാണ് കൊടുക്കേണ്ടത് പറഞ്ഞു, നിയ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെയാണ് ഫിത്ർ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഒരിക്കലും തന്നെ എന്ത് ചെയ്യരുത്, നിയ്യത്ത് മറക്കാൻ പാടില്ല. നിയ്യത്തിൻ്റെ കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവകാശികൾ എത്താൻ കുറച്ച് വൈകുന്നുണ്ടെങ്കിൽ കുറച്ച് വൈകിക്കൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിട്ട് കൊടുത്ത് വീട്ടിലാണ് നല്ലത്. അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറയുന്ന ഹദീസ് ഒന്നും കൂടി കേൾക്കുക. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, റമളാനിലെ നോമ്പ് ഷഹ്റു റമളാൻ, റമളാൻ മാസം മുഅല്ലഖും ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ ബന്ധിക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുകയാണ്. ആകാശത്തേക്കാണ് കയറി പോണില്ല, റബ്ബിലേക്ക് ഉയർത്തപ്പെടില്ല. അല്ലാഹുവിലേക്ക് അത് ഉയർത്തപ്പെടുകയില്ല ഇല്ലാ ബി സക്കാത്തിൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് കൊണ്ടല്ലാതെ. സക്കാത്തിന് അർത്ഥം തന്നെ എന്താ അറിയോ, ശുദ്ധീകരണം, ശുദ്ധിയാക്കുക, വൃത്തിയാക്കുക. നമ്മളെ തുണിയിലും കുപ്പായത്തിലൊക്കെ ചളി ഉണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കുമ്പോൾ ഈ തുണി ശരിയാവുള്ളൂ, കുപ്പായം ശരിയാവുള്ളൂ. ഇതുപോലെ നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ഇത് പെർഫെക്റ്റ് ആവുള്ളൂ, ഇത് ശുദ്ധീകരിക്കപ്പെടുള്ളൂ. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കുക. ഫിത്ർ സക്കാത്തിനെ പോലെ തന്നെ മറ്റുള്ള ദാനധർമ്മങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. ഈ സമയം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ.
ഏതാനും മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഏത് സംഗതി ഇപ്പം നമ്മൾ പായസം കുടിക്കുകയാണ്, പായസം കുടിക്കുമ്പോൾ അതിൻ്റെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൻ്റെ താഴത്തുണ്ട്, അടിയിലുണ്ടാവുക. ഉള്ളൂ അതുപോലെ ഏത് സംഗതിയും അതിൻ്റെ നല്ല കാതൽ അരിഷ്ടാവട്ടെ കഷായാവട്ടെ മുകളിൽ മാത്രം കുടിച്ചാൽ സത്തുള്ളു കുത്തൂല. അതൊക്കെ ശരിക്കും കരക്കി ഇളക്കി കുടിക്കണം. അടിഭാഗത്തായിരിക്കും, ലാസ്റ്റ് ഭാഗത്തായിരിക്കും കഷായത്തിൻ്റെയും അരിഷ്ടത്തിൻ്റെ ഒക്കെ സത്തും മരുന്നും. ഇനി പായസമാണെങ്കിൽ തന്നെ അതൊക്കെ കടക്കര അടിയിലായിരിക്കും. ഇനിയിപ്പോൾ ഹോർലിക്സോ ബൂസ്റ്റൊക്കെ കലക്കിയാൽ അതിൻ്റെ സത്ത് ബൂസ്റ്റ് അതൊക്കെ താഴത്തുണ്ടാവുക. ഏത് അങ്ങനത്തെ ഒരുമിൽ കുടിക്കുകയാണെങ്കിലൊക്കെ അടിയത്തെ കണ്ട് ചുറ്റി കുടിക്കണം, അവിടെ ലാസ്റ്റ് കഴിക്കാറുണ്ട്. ഇതേപോലെ തന്നെയാണ് ഏത് കാര്യങ്ങളും. റമളാനാണെങ്കിലും അതിൻ്റെ സത്തും അതിൻ്റെ ഹൈറും അതിൻ്റെ നന്മകളും ഒക്കെ കിടക്കുന്ന അവസാനത്തെ ലാസ്റ്റ് മൊമെൻറ്റ്സ്, ലാസ്റ്റ് നിമിഷം, അത് എങ്ങനെയാവണം എന്നുള്ള നോക്കുക. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ആ സമയം നമ്മൾ പലപ്പോഴും മോശപ്പെട്ട രൂപത്തിലും വഴികളിലും മാർഗങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ലാസ്റ്റ് ഭാഗമായിരിക്കണം ശരിയായി ശ്രദ്ധിക്കേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അവസാനം എങ്ങനെയാണ് നോക്കുക, അപ്പോൾ നല്ല നിലയ്ക്ക് യാത്രയാക്കുക. പരിശുദ്ധ റമളാന് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനിൽ നമുക്ക് അമലുകളൊന്നുമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന വലിയ വലിയ ഭാഗ്യവാന്മാരിൽ മുത്തഖീങ്ങളിൽ പാപികളായ കർമ്മങ്ങളെ കൊണ്ട് നിത്യേന ജോലിയാകുന്ന സാധുക്കളായ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അള്ളാഹു അടുത്ത റമളാന് സാക്ഷിയാകാനും ആയുരാരോഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.